കണ്ട അമ്പരന്ന് പോയൊരു സീൻ. അതും ഇന്നലെ കണ്ടൊരു സിനിമയിലെ ഒരു ഗംഭീര സിനിമയിലെ ഗംഭീര സീൻ. അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. സിനിമ DC അരുൺ മാധേശ്വരൻ സംവിധാനം ചെയ്ത ദാസായിട്ട് ലോകേഷ് കനകരാജും ചന്ദ്രയായിട്ട് വമീക ഗബ്ബി അഭിനയിച്ച DC എന്ന സിനിമ. അത് ഒരു 10 ഔട്ട് ഓഫ് 10 കൊടുക്കാവുന്ന സിനിമയാണ്. എങ്കിലും എന്നെ അതിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിലൊരു സീനാണ്. ഞാൻ പറഞ്ഞുതരാം. ഈ നായകനും നായികയും ദാസും ചന്ദ്രയും ആദ്യമായിട്ട് കാണുന്നത് ഒരു ബ്രോത്തലിന്റെ റൂമിലാണ്. ആ റൂമിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ആ റൂമിൽ ചന്ദ്ര ഇരിക്കുന്ന സ്ഥലത്തിന് ബാക്കിലായിട്ട് ഒരു പെയിന്റിംഗ് ഉണ്ട്. ആ പെയിന്റിംഗ് എന്ന് പറയുന്നത് സാൽവദോർ ദാലിയുടെ ദ പേഴ്സൺസ് ഓഫ് മെമ്മറി എന്നൊരു പെയിന്റിംഗ് ആണ്. ഇനി ദാസ് നിൽക്കുന്നതിന് ബാക്കിലായിട്ട് നിൽക്കുന്ന ആ ഒരു മതിലിൽ അല്ലെങ്കിൽ ഭിത്തിയിലെ പെയിന്റിംഗ് എന്ന് പറയുന്നത് വാൻ ഗോഗിന്റെ സ്റ്റാറി നൈറ്റും ആണ്. എന്തുകൊണ്ടാണ് പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. കാരണം ഇതിൽ ചന്ദ്ര നോക്കുമ്പോൾ കാണുന്നത് സ്റ്റാറി നൈറ്റും ദാസുമാണ്. എന്ന് വെച്ചാൽ 18 വർഷമായിട്ട് പകലറിയാതെ രാവറിയാതെ പുറത്തൊന്നും പോകാൻ പറ്റാതെ അവിടെ തന്നെ പെട്ടുപോയ ചന്ദ്ര ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പുറത്തു പോകണം, ഒരുപാട് കാഴ്ചകൾ കാണണം, അതിന് പുറത്തു പോയി ജീവിക്കണം, സ്വാതന്ത്ര്യം നേടണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളാണ് നിറമുള്ള വർണ്ണശബളമായ പെയിന്റിംഗ് ആയ വാൻ ഗോഗിന്റെ സ്റ്റാറി നൈറ്റിൽ അവൾ കാണുന്നത്. പക്ഷെ അവൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ റിയാലിറ്റി നോക്കിയാൽ ചന്ദ്ര ഇരിക്കുന്നത് സാൽവദോർ ദാലിയുടെ പേഴ്സൺസ് ഓഫ് മെമ്മറി എന്ന പെയിന്റിംഗിലാണ്. ആ പെയിന്റിന് പ്രത്യേകതയാണ്. ആ പെയിന്റിങ് മീൻ ചെയ്തത് തകർന്നു പോയ, ഉരുകിപ്പോയ, നഷ്ടപ്പെട്ടു പോയ സമയത്തെ പറ്റിയുള്ളതാണ് ആ പെയിന്റിങ്. അതായത് ചന്ദ്ര ഇരിക്കുന്ന റിയാലിറ്റി ഇവിടെയും അയാൾ നോക്കുമ്പോൾ കാണുന്നത്, അവൾ നോക്കുമ്പോൾ കാണുന്നത് അവളുടെ സ്വപ്നങ്ങളുമാണ്, ഡ്രീമുമാണ്. ഇനി ദാസിനെ നോക്കുക. ദാസ് നിൽക്കുന്നത് സ്റ്റാറി നൈറ്റിലാണ്. അതായത് അയാൾക്ക് എന്തും ചെയ്യാനുള്ള, എവിടെയും പോകാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യമുള്ള ഒരു അനാർക്കിസ്റ്റ് ആയിട്ടുള്ള ഒരു ലോകമാണ് പുള്ളിക്കുള്ളത്. പക്ഷെ പുള്ളി നോക്കുമ്പോൾ പുള്ളി കാണുന്നത് എന്താണ്? എപ്പോഴും അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടിക്കാലം, അയാൾ നഷ്ടപ്പെട്ടു പോയ സമയം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ജീവിക്കുന്ന ഒരു കാലത്താണ്. കാരണം ഇടയ്ക്കൊരു കൂട്ടുകാരൻ ദാസിനോട് പറയുന്നുണ്ട്, നമുക്കും ഭാര്യയും മക്കളോടൊക്കെ ജീവിക്കട്ടെ എന്ന് പറയും. ഇനി അതിന്റെ കുഴപ്പമേ ഉള്ളൂ, വേറൊന്നുമില്ല പറയാൻ എന്ന രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. ശരിക്കും ഇവർ രണ്ടുപേരുടെ ലൈഫിന്റെ റിയാലിറ്റിയും അവരുടെ ആഗ്രഹങ്ങളും കൃത്യമായിട്ട് അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി സിനിമ മുമ്പോട്ട് പോകുന്നത് ഇത് മനസ്സിലാക്കി ഈ പോയിന്റ് ഒരു എൻലാർജ് ചെയ്യുമ്പോഴാണ്. കാരണം ചന്ദ്ര അതിനുശേഷം അവിടെ മുതൽ നമ്മുടെ ദാസിന്റെ കൂടെ കൂടുകയാണ്. പിന്നീട് എപ്പോഴും ദാസും ചന്ദ്രയും ഒരുമിച്ചാണ്. ഇടയ്ക്കൊന്ന് മിസ്സാകുന്നെങ്കിലും തിരിച്ചു വരുന്നുണ്ട്. അതായത് അവർ രണ്ടുപേരും ആ സ്റ്റാറി നൈറ്റിലേക്ക് എത്തപ്പെടുകയാണ്. ശരിക്കും അത് തന്നെയാണ് അതിൽ ഏറ്റവും മനോഹരമായ കാര്യം. പ്രേക്ഷകൻ ചിന്തിക്കുന്നത് പോലെ തന്നെ ഏറ്റവും അവസാനം കിറ്റി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇവള് ഉള്ളത് വരെ, ഇവള് നിന്റെ കൂടെ ഉള്ളത് വരെ നിനക്കൊരിക്കലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദേ ആർ ലിവിങ് ഇൻ ദ സ്റ്റാറി നൈറ്റ്. അവർ സ്വാതന്ത്ര്യം കിട്ടിയാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പോവുകയാണ്. ഒരു സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച എൻഡിങ്ങും അത് തന്നെയാണ്.